മെയ് 30 രാത്രി വെറുതെ ഫോണിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ ഫീഡ് കണ്ടത്. Liam Delap to Chelsea. Here we go. The deal is done for the striker to join Chelsea. ലിയാം ഡെലാപ്പ്. ആരാണ് ലിയാം ഡെലാപ്പ്? ലിയാം ഡെലാപ്പ് ഒരു ഇപ്സ്വിച്ച് ടൗൺ പ്ലെയർ ആണ്, അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കർ ആണ്. പക്ഷെ വേറെന്താണ്? അപ്പോഴാണ് ഹിസ്റ്ററി നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു പ്ലെയർ 22-ാം വയസ്സിൽ 3 പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് ആണ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ? പിന്നെ എൻസോ മെറസ്കയായിട്ടുള്ള ബന്ധം എന്താണ്? എന്തിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ന്യൂ കാസിൽ, ജർമ്മൻ ക്ലബ്സ്, ഇറ്റലി ക്ലബ്സ് റെലഗേറ്റ് ആയ ഇപ്സ്വിച്ച് ടൗണിലെ സ്ട്രൈക്കറിന്റെ പുറകെ പോയിരുന്നത്? ലിയാം ഡെലാപ്പ് ടു ചെൽസി, ഹിയർ വി ഗോ. ഈ ഒരു സൈനിങ് ഫസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ, എന്തിനാണ് ചെൽസി പോലത്തെ ക്ലബ്ബ് ഡെലാപ്പിന് സൈൻ ചെയ്തത്? കാരണം മാർക്കറ്റിൽ ഒസിമനും ഗോക്കറസും അവൈലബിൾ ആയിരുന്നു. എമൗണ്ട് ആണ് പ്രശ്നമെങ്കിൽ ടോഡ് ബോയ്ലി പോലത്തെ റിച്ച് ഓണർഷിപ്പിന്റെ അണ്ടറിൽ നടക്കുന്ന ചെൽസിയുടെ എന്തായാലും പൈസ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനും കോൺഫറൻസ് ലീഗ് കപ്പും അടിച്ച ടീമിൽ എന്തായാലും എമൗണ്ട് ഉണ്ടാവും. ഒസിമൻ ആണെങ്കിൽ 60 മില്യണും ഗോക്കറസ് ആണെങ്കിൽ 65 മില്യൺ അവൈലബിൾ കൂടിയാണ്. എന്നിട്ടും ഡെലാപ്പിനെയാണ് ചെൽസി ചൂസ് ചെയ്തത്. ചെൽസിയുടെ പുതിയ ഓണർഷിപ്പിന്റെ അണ്ടറിൽ നടത്തിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള സൈനിങ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ജാക്സൺ ആണെങ്കിലും മഡൂക്കി ആണെങ്കിലും പാൽമർ ആണെങ്കിലും ആ ഒരു സൈനിങ് ആയിട്ട് റിസംബ്ലൻസ് ഉള്ള ഒരു സൈനിങ് പോലെയാണ് ഡെലാപ്പിനെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒരു പ്ലെയറിന്റെ കുറച്ച് പോസിറ്റീവ് വശങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് പ്രീമിയർ ലീഗിൽ കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് ഡെലാപ്പ്. ഈ പ്ലെയറിനെ കോച്ച് ചെയ്തുകൊണ്ടിരുന്നത് ലെജൻഡറി ഗാർഡിയോളയാണ്. 2019 ഈ ഒരു പ്ലെയറിനെ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തിട്ട് 2020 തൊട്ട് 2024 വരെ ഈ ഒരു പ്ലെയർ മാൻ സിറ്റിയിൽ കളിച്ചിട്ടുണ്ട്. 3 പ്രീമിയർ ലീഗ് ടൈറ്റിൽസും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ കാലയളവിൽ തന്നെ പല ലോൺ ഡീൽസും ഈ പ്ലെയറിൽ നടന്നുണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിൽ തന്നെ പല ക്ലബ്സിലും നേഷനും വേണ്ടി കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ലിയാം ഡെലാപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഡെലാപ്പിന്റെ സൈനിങ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് റിലീഫായി. കാരണം കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് കുഞ്ഞിനെ സൈൻ ചെയ്തത്, ഒരു സ്ട്രൈക്കറിനെയാണ് സൈൻ ചെയ്തത്. അപ്പൊ അവരും ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്തതാണ്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്ക് ഗോക്കർസിനെ അല്ലെങ്കിൽ ഒസിമനെ കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പൊ മാർക്കറ്റിൽ അവർ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സന്തോഷമുള്ള സംഭവമാണ്. വേറെയുള്ള റൈവൽ ക്ലബ്സ് ഒന്നും അവരെ അപ്രോച്ച് ചെയ്യാത്തതും ഇപ്പൊ പെട്ടെന്ന് തന്നെ മേടിക്കാത്തതും കുറച്ച് റിലീഫ് കിട്ടുന്നതാണ്. കാരണം ഗോക്കറസ് ആയിട്ട് അമോറിമിന് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ യുണൈറ്റഡ് ഫാൻസിന് ബാക്കിയുള്ള ടോപ്പ് ക്ലബ്സ് എല്ലാവരും ഇവരെ നോക്കുന്നതുകൊണ്ട് ഒരു പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ട്. അപ്പൊ ചെൽസി അപ്പം തന്നെ മേടിക്കാത്തത് ഒരു ആശ്വാസകരമായ തീരുമാനമാണ്. ഇനി ചെൽസിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന പൊസിഷനും സ്ട്രൈക്കർ പൊസിഷനാണ്, സെന്റർ ഫോർവേഡ് പൊസിഷനാണ്. ഇപ്പൊ അവരുടെ സെന്റർ ഫോർവേഡ് കളിക്കുന്നത് നിക്കോളാസ് ജാക്സൺ ആണ്. ഈ പ്ലെയറിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ്. അതിനും വലിയ പ്രശ്നം എന്ന് പറയണമെങ്കിൽ നമ്പാൻ പറ്റില്ല ഈ പ്ലെയറിനെ. എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചില ദിവസം ഗോൾ അടിക്കും, എത്ര ഗോൾ അടിച്ചിട്ട് ഒരു പേരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ജാക്സന്റെ സ്ഥിതി. അപ്പോൾ അതിന് ഒരു പരിഹാരം ലിയാം ഡെലാപ്പ് നല്ലൊരു പ്ലെയർ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സൈനിങ് ആണ് അവർ നടത്തിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നേരെ അമലിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഡെലാപ്പിനെ പോലത്തെ ഒരു സൈനിങ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന്. അപ്പൊ അവൻ പറഞ്ഞ് ഇത് ശരിക്കും ഒരു ഹോയ്ലൻഡ് മോഡ് ട്രാൻസ്ഫർ ആണ്. എന്താണ് കിട്ടണേന്ന് ഒന്നും പറയാൻ പറ്റില്ല. തികച്ചും ഒരു ഗാമ്പിളാണ് ഈ ഒരു സൈനിങ് എന്ന് പറയുന്നത്. പക്ഷെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗ് കളിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് സിറ്റി ആയിട്ടൊക്കെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അധികം മാച്ചസ് സിറ്റിയിലാണെങ്കിലും കളിച്ചിട്ടില്ല. ചെൽസി ഒരു പ്രഷർ ക്ലബും കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു പെർഫോമൻസും ആ ഒരു എക്സ്പെക്ടേഷനും വളരെ വലുതായിരിക്കും. അത് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് അവന് ഉണ്ട് എന്തായാലും. ഈ ഒരു പ്ലെയറിൽ കാണാൻ പറ്റുന്ന ഒരു എബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയർ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. ബോക്സിൽ നിന്ന് എഫിഷ്യന്റ് ആണ് ഈ പ്ലെയർ. ഗോൾ സ്കോർ ചെയ്യാനും അങ്ങനത്തെ ഒരു ടാങ്ക് മോഡലാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്നുള്ള ഫിനിഷിങ്. പക്ഷെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന സംബന്ധിച്ച് ഇപ്പൊ ജാക്സനെ പോലത്തെ പ്ലെയർ വിങ്ങി കൂടിയുള്ള റണ്ണ് കോമ്പിനേഷൻസ് വർക്ക് ചെയ്യുന്നത്, മിഡിൽ നിന്ന് ബോൾ റിസീവ് ചെയ്ത് റൺ എടുത്ത് ഉള്ളിലോട്ടൊക്കെ പോകുന്നത് ജാക്സൺ കുറച്ച് നല്ല ഒരു പെർഫോമൻസ്. ആ ഒരു സംഭവമൊക്കെ ഡെലാപ്പിൽ നിന്ന് കിട്ടുമോ എന്നുള്ള ഡൗട്ടും ഉണ്ട്. അപ്പോഴേക്കും ഞാൻ അവിടുന്ന് ഇറങ്ങാറായി. അപ്പൊ ലാസ്റ്റ് അവൻ പറഞ്ഞത് ഞങ്ങളുണ്ട് ഈ ഒസിമന്റെ പുറകെ. കാരണം ഒറ്റ സൈനിങ് കൊണ്ടൊന്നും ചെൽസി ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്ട്രൈക്കർമാരുടെ സൈനിങ് നിർത്താൻ പോകണില്ല. അപ്പൊ എല്ലാവരും ഈ പ്ലേയേഴ്സിന്റെ പുറകെ തന്നെ ഉണ്ട് എന്തായാലും. ഇനി നമുക്ക് എൻസോ മറസ്കയും ഡെലാപ്പും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് സംസാരിക്കാം. ഇത് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ബാക്കിലോട്ട് പോകണം.
എൻസോ മെറസ്ക പെപ് ഗാർഡിയോളയുടെ അണ്ടറിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഡിലാപ്പ് അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു കോച്ചിനെ അറിയാവുന്നതുകൊണ്ടും ഇപ്പോൾ ഒരു ചാൻസ് കണ്ടപ്പോൾ ചെൽസിയിലോട്ട് ഈ പ്ലെയറിനെ കൊണ്ടുവരാൻ ചെയ്തത്. ഈ ഒരു ട്രാൻസ്ഫർ ചെൽസിയുടെ ട്രാൻസ്ഫർ മാർക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ അല്ല. കാരണം ഈ ഒരു സൈനിങ് നടന്നേക്കണം 30 മില്യൺ പൗണ്ടിനാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെൽസിക്ക് ഇനിയും പല പൊസിഷനിലും ട്രാൻസ്ഫർ നടത്താൻ പറ്റും. വേണമെങ്കിൽ ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്സ്വിച്ച് ടൗൺ ഈ വർഷത്തെ പ്രീമിയർ ലീഗ് സീസണിൽ നിന്ന് റെലഗേറ്റ് ആയ ടീമാണ്. എന്നിട്ടും ടോപ്പ് ക്ലബ്സ് ആയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ന്യൂ കാസിൽ, ഇറ്റാലിയൻ ക്ലബ്സ്, ജർമ്മൻ ക്ലബ്സ് എല്ലാം ഈ ഒരു പ്ലെയറിന്റെ പുറയിലുണ്ടായിരുന്നു. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കേൾക്കുന്ന റൂമറാണ് ലിയാൻ ഡിലാപ്പിന്റെ. എന്തായിരിക്കും ഈ പ്ലെയറിനെ എല്ലാവരും നോക്കാനുള്ള കാരണം? എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലെയറിന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ മാത്രം ഇപ്സ്വിച്ച് ടൗണിൽ നിന്ന് അവർ സ്കോർ ചെയ്തത് 12 ഗോളാണ്. ഇപ്പോൾ ഒരു 10+ ഗോള് സ്കോർ ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ്. ഒരു 22 വയസ്സാണ്. ഒരുപാട് ഡെവലപ്പിംഗ് പൊട്ടൻഷ്യലുള്ള ഒരു സ്ട്രൈക്കറിനെയാണ് ചെൽസി ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്ലെയറിന് ഒരു 22 വയസ്സാണെങ്കിലും നല്ലൊരു കരിയറാണ്. 2009 യൂത്ത് കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു പ്ലെയറാണ്. 2018 അണ്ടർ-16 ഇംഗ്ലണ്ട് ടീമിൽ കയറി സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. 2009 മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്ത് 4 വർഷത്തെ കാലയളവിൽ സ്റ്റോക്ക് സിറ്റി പോലത്തെ ക്ലബ്സിലും ലോൺ ഡീൽസിന് വേണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽ എക്സ്പീരിയൻസ്ഡ് 22 വയസ്സുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എലീറ്റ് ക്ലബ്സിനൊപ്പം നിന്ന് ട്രോഫി ലിഫ്റ്റ് ചെയ്ത ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് പരിചയമുള്ള ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു പ്ലെയർ. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ പ്ലെയറിനെ സൈൻ ചെയ്തേക്കണം? അതുപോലെ തന്നെ അടുത്ത ട്രാൻസ്ഫർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കൊരു കുഞ്ഞു പ്രൊമോഷൻ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഒരു ടീഷർട്ട് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. കസ്റ്റമായിട്ട് ടീഷർട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ ബുക്കും സിനിമാറ്റോഗ്രാഫേഴ്സിന് വേണ്ടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിനുള്ള വീഡിയോസ്, ബ്രാൻഡ്സിന് വേണ്ടിയുള്ള വീഡിയോസും വെബ്സൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ടീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. യു ഗൈസ് ടേക്ക് കെയർ. ബൈ ഫോർ നൗ. സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ടേക്ക് കെയർ ഗൈസ്. മെസ്സി ഫൈനലില്ലേ എന്ത് പോറായിരുന്നു. ഇങ്ങനെയൊക്കെ നാണം കെട്ടൊരു തോൽവി ഞാൻ ഇതുവരെ ഒരു ഫൈനൽ ഇത്രയും ബോറ് കണ്ടിട്ടില്ല. 6 ബോറ്.